വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് നമ്മുടെ കമൻസിൽ വന്ന് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ചേച്ചി, ഞങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി, 5 വർഷമായി, പക്ഷേ പ്രഗ്നൻ്റ് ആവുന്നില്ല ചേച്ചി. എന്താണ് കാരണമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി, എല്ലാം നോർമലായിരുന്നു, പക്ഷേ പ്രഗ്നൻ്റ് ആവുന്നില്ല. ചിലർ പറയുന്നു ചേച്ചി ഞങ്ങൾക്ക് PCOD ഉണ്ടായിരുന്നു, പക്ഷേ പ്രഗ്നൻ്റ് ആകുന്നില്ല. അല്ലെങ്കിൽ ചിലർ പറഞ്ഞു ഹസ്ബൻഡിൻ്റെ കൗണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള മെഡിക്കേഷൻസ് ഒക്കെ എടുത്തിട്ടും ഞങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നില്ല എന്നൊരുപാട് പേര് ചാനലിൽ വന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് ചോദിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഉത്തരമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രഗ്നൻ്റ് ആകാൻ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ല എന്ന് നിങ്ങൾക്ക് അനുമാനിക്കാൻ സാധിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആകാത്തത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതായത് സാധാരണയായിട്ട് ഒരു കപ്പിൾസ് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ 1 വർഷത്തെ ആ ഒരു വിവാഹ ആനിവേഴ്സറി ആ സമയം വരെ അവർക്ക് നാച്ചുറലായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യാവുന്നതാണ്. ഓവുലേഷൻ ഡേറ്റ് നോക്കിയിട്ടോ ഫെർട്ടൈൽ പീരീഡ് നോക്കിയിട്ടോ ഒന്നും അവർ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് എപ്പോഴൊക്കെയാണ് ഇൻട്രസ്റ്റ് വരുന്നത് ആ സമയത്ത് അവർ ഹാപ്പിലി അവർ ആ ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്യുക. അതിനുശേഷം പ്രഗ്നൻസി നമ്മൾ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ഓവുലേഷൻ ടൈം പീരീഡ് ഉണ്ടാവുമല്ലോ. ഓവുലേഷൻ ടൈം പീരീഡിൽ നിങ്ങൾ ആ ദിവസം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടും 1 വർഷം വരെ എത്തിയിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആകുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഡോക്ടറെ സമീപിക്കാവുന്നതാണ്. മറ്റു ചിലവരെന്ന് പറയുമ്പോഴേക്കും അവരുടെ 30s കടന്നിട്ടുണ്ടെങ്കിൽ അവർ 6 മാസം വരെ ട്രൈ ചെയ്തിട്ട് അവർ പ്രഗ്നൻ്റ് ആകുന്നില്ലെങ്കിൽ അവർക്ക് ഡോക്ടറെ കാണാവുന്നതാണ്. 20s-നും 30s-നും ഇടയിലുള്ളവർക്ക് ഒരു വർഷമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഡോക്ടറെ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ 1 വർഷമൊക്കെ വെയിറ്റ് ചെയ്തു, നമ്മൾ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ നമുക്ക് ആദ്യം തന്നെ ചിലപ്പോൾ ഒരു വിറ്റമിൻ മെഡിസിൻ എഴുതരും, എന്നിട്ട് ഓവുലേഷൻ ടൈം പീരീഡ് പറഞ്ഞു തരും, നിങ്ങൾ അതിൽ ട്രൈ ചെയ്യാൻ പറയും. അങ്ങനെ നമുക്ക് അവിടെ സക്സസ് ആവുന്നില്ലെങ്കിൽ ഡോക്ടർ പറയും ഫോളിക്കുലർ സ്റ്റഡിക്ക് വരാൻ പറയും. അതിനൊപ്പം തന്നെ നമ്മുടെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കും. സാധാരണ പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവർ ഓവുലേഷൻ നടക്കാനായിട്ട് ഡോക്ടർ ഒരു മെഡിസിൻ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ആ മെഡിസിൻ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും. എന്താണ് എൻ്റെ പ്രശ്നം, എന്തുകൊണ്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആകാത്തത് എന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാതിരിക്കുന്നത് നമ്മൾ ഈ പ്രഗ്നൻസി നീണ്ടു പോകുന്നതിന് കാരണമാകും. അപ്പോൾ നിങ്ങൾക്കറിയുമോ നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് എന്തുകൊണ്ടാണ് വൈകുന്നതെന്ന്? ആ ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പാസ്സായിരിക്കുന്നു. ബാക്കിയുള്ളവരെന്ന് പറയുന്നത് അവർക്ക് എന്തുകൊണ്ടാണ് അവരുടെ പ്രഗ്നൻസി വൈകുന്നത് എന്ന് കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരുപാട് പേര് പറയുന്നുണ്ട് ചേച്ചി ഡോക്ടർ കുറച്ച് നമുക്ക് പറ്റുന്ന ഒരു ടൈപ്പ് അല്ല, അവർ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ഡോക്ടറെ പോയി കണ്ട് നിങ്ങളുടെ ബ്ലഡ് എല്ലാം ഒരു ടെസ്റ്റിന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കണം. നമ്മൾ ഫ്രീ ആയിട്ടല്ലല്ലോ ചിലപ്പോൾ അവരെ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ എന്തായാലും ടോക്കൺ എടുത്ത് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഒരു ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത്. അവരോട് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യം ചോദിക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് പ്രഗ്നൻസി വൈകുന്നത്? ബ്ലഡ് ടെസ്റ്റും അതുപോലെ തന്നെ സ്കാനിങ്ങും ഒക്കെ ചെയ്തിട്ട് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ചോദിക്കുക. അത് നിങ്ങൾക്ക് അറിയാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കി വെക്കുക. സാധാരണയായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത് ഓവുലേഷൻ നടക്കാതെ വരിക, PCOD ഉണ്ടാവുക, തൈറോയ്ഡ് ഉണ്ടാവുക, പ്രൊലാക്റ്റിൻ ഹോർമോണിലെ വ്യത്യാസം വരിക, അതുപോലെ അനീമിക് ആവുക, അതുപോലെ ഒബിസിറ്റി ഉണ്ടാവുക. ഇതെല്ലാം നമ്മുടെ ലേഡീസിലെ ഫാക്ടേഴ്സ് വരുന്നത്. പിന്നെ അതിന് മുമ്പോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, അതുപോലെ തന്നെ ഫൈബ്രോയിഡ്, ഇങ്ങനെയുള്ള റീസൺസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണോ റീസൺ, ഇപ്പൊ ഹസ്ബൻഡിന്റെ സെമൻ അനാലിസിസ് ഒരുപാട് പേര് പറയാറുണ്ട്, ചേച്ചി എന്റെ എല്ലാം ചെക്ക് ചെയ്ത് നോർമൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് എന്താ നിങ്ങൾ ചെക്ക് ചെയ്തെന്ന് ചോദിക്കുമ്പോഴേക്കും അത് അവർ പറയുന്നത് ചെക്ക് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഒരു ഡോക്ടറെ നമ്മൾ കാണാൻ പോയി കഴിഞ്ഞാൽ ലേഡീസിന്റെയും ജെന്റ്സിന്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചെക്കിങ് അവിടെ വേണം. കാരണം രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുള്ളൂ. ഒരാളുടെ മാത്രം പ്രശ്നം കൊണ്ട് അവിടെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ 2 പേരുടെയും കാര്യം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഹസ്ബൻഡിന്റെ സെമൻ അനാലിസിസ് നിങ്ങൾ ചെയ്യണം. അദ്ദേഹത്തിനും പ്രശ്നങ്ങളുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നന്റ് ആവാനായിട്ടുള്ള റീസൺ എന്താണോ ആ റീസൺ നമ്മൾ കണ്ടുപിടിച്ചു. ആ ഒരു റീസൺ ഒന്നുമില്ല എങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഒന്നും പ്രശ്നമില്ല, അനീമിക് അല്ല, നമ്മൾ ബ്ലഡ് കൗണ്ട് ഒക്കെ നോർമലി ഉണ്ട്, പ്രൊലാക്റ്റിൻ എല്ലാം കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക് എന്താണ് അവരുടെ റീസൺ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നിങ്ങളൊരു ഡോക്ടറോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് എത്ര നാൾ ഞാൻ ട്രൈ ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ ഒരു ഡോക്ടറോട് ചോദിക്കണം. ഇപ്പോൾ PCOD ഉള്ളൊരു പേഷ്യന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മെറ്റ്ഫോമിനോ അല്ലെങ്കിൽ ഫോളിക് ആസിഡിന്റെയോ അല്ലെങ്കിൽ അയേണിന്റെയോ മെഡിസിൻ തന്ന് നിങ്ങളെ വിട്ടിട്ടുണ്ടെങ്കിൽ, പ്രൊജസ്ട്രോൺ മെഡിസിൻ ഓവുലേഷൻ കഴിഞ്ഞ് കഴിക്കാൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡോക്ടറോട് തന്നെ ചോദിക്കണം, ഡോക്ടർ ഞാൻ എത്ര നാൾ ഈ ഒരു കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കും,
ആ കാര്യം നിങ്ങളൊരു ഡോക്ടറോട് ചോദിക്കണം. ആ ഒരു മാസത്തെ മരുന്ന് മേടിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരികയല്ല ചെയ്യേണ്ടത്. 3 മാസം കഴിക്കണോ, 6 മാസം കഴിക്കണോ, അല്ലെങ്കിൽ 1 മാസം കഴിച്ചാൽ മതിയോ എന്നുള്ള കാര്യം നിങ്ങൾ ആ ഡോക്ടറോട് ചോദിക്കുക. അതിനുശേഷം എത്ര നാൾ നമ്മൾ കഴിക്കേണ്ടി വരുന്നോ അത്രയും നാൾ വരെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മെഡിസിൻ എടുക്കുക. ഏത് മെഡിസിൻ ആണെങ്കിലും, ഇപ്പൊ പ്രൊലാക്റ്റിൻ ഹോർമോണിന്റെ ഒക്കെ മെഡിസിൻ ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഡോക്ടർ പറയുന്ന ആ ഒരു സമയത്ത് മാത്രം കഴിച്ചാൽ മതിയാകും. അല്ല വേറെ എന്തെങ്കിലും പ്രശ്നമാണ്, PCOD മെഡിസിനോ അല്ലെങ്കിൽ തൈറോയിഡിന്റെ മെഡിസിനോ ഒക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ അത് നിർത്തിയിട്ട് പിന്നെ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക ഇതൊക്കെ നോർമൽ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ രണ്ടാമത് നിങ്ങളൊരു ഡോക്ടറോട് ചോദിക്കേണ്ടത് ഞാൻ എത്ര നാൾ ഈ മെഡിസിൻ കഴിക്കണമെന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കേണ്ട കാര്യം എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കുഞ്ഞിനെ കൈ കിട്ടാൻ ഈ മെഡിസിൻ എടുക്കുന്നത് കൂടാതെ എനിക്ക് ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാര്യവും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കണം. കാരണം ഒരു ഡോക്ടറുടെ വാലിഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസിന് അതിൻ്റെതായിട്ടുള്ള ഒരു വിലയുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളോട് ഡോക്ടറോട് ചോദിക്കണം ഞാൻ നാച്ചുറലായിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞുതരും. നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം, നിങ്ങൾ ഈ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം, നിങ്ങൾ എക്സസൈസ് ചെയ്യണം. ഈ കാര്യമൊക്കെ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞു തരും. ഡോക്ടർ നിങ്ങളോട് പറഞ്ഞു തന്നതിന് ശേഷം നിങ്ങൾ ആ ഡോക്ടറുടെ ഒപ്പീനിയൻ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ബാക്കി നിങ്ങൾ ഏത് യൂട്യൂബേഴ്സിനോട് ചോദിച്ചാലും ഏത് ചേച്ചിയോടോ ഏത് ചേട്ടനോട് ചോദിച്ചാലും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ എടുക്കാതെ മറ്റുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ആ ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ നിങ്ങൾ എടുക്കുക. ആ ഒരു കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം, അതായത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മുടെ റീസൺ കണ്ടുപിടിച്ചു, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആ റീസൺ മാറ്റാൻ വേണ്ടിയിട്ട്, ആ ഒരു ഇൽനെസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് അറിയണം, എത്ര നാൾ നമ്മൾ മെഡിസിൻ കഴിക്കണമെന്ന് അറിയണം, അതുപോലെ എന്തെല്ലാം ടിപ്സ് നമ്മൾ നാച്ചുറലി ഫോളോ ചെയ്യണം എന്ന് നമ്മൾ അറിയണം. മൂന്നാമത്തെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനാണ്. ഒരു ടിപ്പ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ, ഇപ്പൊ PCOD ഉള്ളവർ അല്ലെങ്കിൽ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ളവരൊക്കെ ഒരുപാട് ടിപ്സ് നമ്മൾ നാച്ചുറലി വീട്ടിലുള്ള സ്പൈസസ് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെർബ്സ് വെച്ചിട്ടോ നമ്മൾ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്യുന്നത് കുറച്ച് നാളത്തേക്ക് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങാം. ഈ ഒരു ടിപ്പ് ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ ക്ലോസ് വാട്ടറിന്റെ ഒരു ടിപ്പ് ഇട്ടു. അപ്പൊ കുറച്ച് നാളത്തേക്ക് 1 മാസത്തേക്ക് ക്ലോസ് വാട്ടർ ഉപയോഗിച്ചു. രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഫെനൂക്തിക്കാണ് നമ്മൾ ഉലുവ ഇട്ടു. അപ്പൊ അടുത്ത ടിപ്പിലോട്ട് പോവുക, അല്ലെങ്കിൽ അടുത്ത ടിപ്പിലോട്ട് പോവുക. ഇങ്ങനെ മാറി മാറി ഉലുവ വെള്ളം മാറി, ഗ്രാമ്പു വെള്ളം മാറി, കറുവപ്പട്ട വെള്ളം മാറി, ജീരക വെള്ളം മാറി, പെരുംജീരകം വെള്ളം മാറി, അയമോദകം വെള്ളം മാറി, ഇങ്ങനെ നിങ്ങൾ മാറി എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങളുടെ ശരീരത്തിലെ മൊത്തത്തിലുള്ള ഒരു റിസൾട്ട് തരില്ല. ഇപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരണമെങ്കിൽ, ഏകദേശം ഒരു ക്വാളിറ്റി ഉള്ള ഒരു അണ്ടം നിങ്ങളിൽ പ്രൊഡ്യൂസ് ആകണമെങ്കിൽ അതൊരു 3 മാസത്തെ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നമ്മൾ നടക്കണമെങ്കിൽ, നമ്മൾ ഈ മാസം നമുക്ക് നല്ല രീതിയിൽ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ, ഇതിപ്പോ ജൂലൈ ആണെങ്കിൽ നിങ്ങൾ അതിന് പുറകോട്ടേക്ക് പോകണം. ജൂൺ, മെയ്, ഏപ്രിൽ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ പോകണം. ഏപ്രിലിൽ നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നല്ല എഗ് ക്വാളിറ്റി ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അത് ജൂലൈയിലോട്ട് എഫക്ട് ചെയ്യുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾ നിന്നിട്ട് ആ കാര്യം മാത്രം കംപ്ലീറ്റ് ആയിട്ട് ഒരു 3 മാസമെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം. അത് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്ത എന്തെങ്കിലും ഒരു മെത്തേഡ്സ് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഡോക്ടർ നിങ്ങൾക്ക് എഴുതി തരുന്ന മെഡിസിൻസ് കൂടാതെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സും കൂടി ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഓവുലേഷൻ നടക്കാനായിട്ട് അങ്ങനെയുള്ള നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന കുറച്ച് പൊടുക്കൈകളായിട്ടുള്ള ഗ്രാമ്പു വെള്ളം കുടിക്കുക, അതുപോലെ ഉലുവ വെള്ളം കുടിക്കുക, കറുവപ്പട്ട വെള്ളം കുടിക്കുക, ഇങ്ങനെയുള്ള എന്തൊക്കെ നമുക്ക് നാച്ചുറൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള അതേ ഡോസേജിൽ അതേ സമയത്തിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് അതെല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ചേച്ചി ലെട്രസോൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലോമഫിൻ സിട്രേറ്റ് കഴിക്കുമ്പോഴേക്കും ഉലുവ വെള്ളം കുടിക്കാമോ അല്ലെങ്കിൽ ഗ്രാമ്പു വെള്ളം കുടിക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിലൊന്നിലും ഒരു തരത്തിലുള്ള പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഡോക്ടർ എഴുതി തരുന്ന മെഡിസിൻസ് ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന ഹോം റെമഡീസും അതുപോലെ ഫെർട്ടിലിറ്റി എക്സസൈസുകളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ മുൻപോട്ട് പോവുക. ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. എന്താണോ നമ്മുടെ റീസൺ, അതായത് നമുക്ക് എന്ത് പ്രശ്നമാണോ ഉള്ളത് ആ പ്രശ്നത്തെ നിങ്ങൾ ആദ്യം തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഒരു ഡോക്ടറെ പോയി കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഡോക്ടറെ പോയി നിങ്ങൾ കാണുക. രണ്ടാമതായിട്ട് ആ ഡോക്ടറോട് തന്നെ ചോദിക്കുക, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്തെല്ലാം മെഡിസിൻസ് കൃത്യമായിട്ട് കഴിക്കണം, എത്ര നാളത്തേക്ക് ഞാൻ കഴിക്കണം, ഈ കാര്യം നിങ്ങൾ ഡോക്ടറോട് ചോദിക്കുക. മൂന്നാമത്തെ കാര്യം, ഇത് രണ്ടും കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് നമ്മുടെ പ്രശ്നം കണ്ടുപിടിച്ച് നമ്മൾ അതിനനുസരിച്ച് ഹോം റെമഡീസ് ചെയ്യുക. വെയിറ്റ് ലോസ് ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കുക. നിങ്ങൾ സെർവിക്കൽ മ്യൂക്കസ് ആണ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. നിങ്ങൾ അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ, കോളിഫ്ലവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുക.
അതല്ല നിങ്ങൾക്ക് ഓവുലേഷൻ ആണ് നടക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിക്കുക, നിങ്ങൾക്ക് പീരിയഡ്സ് റെഗുലർ ആക്കണമെങ്കിൽ നിങ്ങൾ ഉലുവ വെള്ളം കുടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ബെനിഫിറ്റുകൾ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ അറിഞ്ഞിട്ട് നിങ്ങൾ പ്രഗ്നൻസി കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസമെങ്കിലും വേഗത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.